മട്ടന്നൂർ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ അവലോകനം മട്ടന്നൂരിൽ നടന്നു. വി.കെ. സനോജ് എം.എൽ.എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. പാലോട്ടുപള്ളി, വെമ്പടി, പരിയാരം റോഡ് പ്രവൃത്തി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും എം.എൽ.എ പറഞ്ഞു. മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് റോഡ്സ്, KSTP, KRFB, മെയിൻ്റനൻസ്, ബ്രിഡ്ജസ്, ബിൽഡിംഗ്സ്, ഇലക്ട്രിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലെ ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ അവലോകന യോഗമാണ് മട്ടന്നൂർ നഗരസഭ CDS ഹാളിൽ നടന്നത്. ഓരോ പ്രവൃത്തികളുടെയും നിലവിലെ സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥർ വിവരിച്ചു. സമയബന്ധിതമായി എല്ലാം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. വെമ്പടി പരിയാരം റോഡാണ്. അത് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും അത് പാതി വഴിയിലാണുള്ളത്. 8 മീറ്റർ റോഡാണ് നിലവിലുള്ളത്. മീറ്റർ റോഡാക്കിയിട്ട് നല്ല നിലയിൽ നിർമ്മിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചത് പൊതുവെ. പക്ഷെ അതിൽ ഭൂമി വിട്ടുകൊടുക്കുമായി ബന്ധപ്പെട്ട ചില കേസുകൾ നിലനിൽക്കുന്നു. ആ കേസിനകത്ത് മുനിസിപ്പാലിറ്റി നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ ചെറിയൊരു ഭാഗം അറിയെങ്കിലും അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിൽ വന്നൊരു പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് അടിയന്തരമായും പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് സംസാരിച്ചു. ആ പ്രദേശത്തെ മുനിസിപ്പൽ കൗൺസിലർമാരും മറ്റ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരും ആ യോഗത്തിൽ തൽക്കാലമായിട്ട് വെമ്പടി ടൗണിൽ നിലനിൽക്കുന്ന ഈ യാത്രാ ദുരിതം, ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്, അത് അടിയന്തരമായും പരിഹരിക്കുകയും ഈ മറ്റ് കേസിന്റെ ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെ വിളിച്ചു ചേർത്ത് യോഗം നടത്താനും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാന റോഡായ പാലോട്ടുപള്ളി, വെമ്പടി, പരിയാരം റോഡ് പ്രവൃത്തി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു. നിലവിൽ 8 മീറ്റർ വീതിയുള്ള റോഡ് 10 മീറ്റർ ആക്കിയാണ് ടാറിംഗ്. നെടിയാഞ്ഞിരം മുതൽ വെമ്പടി വരെ 10 മീറ്ററാക്കി ഡ്രൈനേജ് ചെയ്ത് 1 കിലോമീറ്റർ ടാറിംഗ് പൂർത്തിയാക്കി. വെമ്പടി ഭാഗത്തേക്ക് വരുന്ന ബാക്കി റോഡിൽ വാട്ടർ അതോറിറ്റി കുഴിയെടുത്തിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് ടാറിംഗ് ചെയ്താൽ അമർന്നു പോകുമെന്നതിനാൽ മൂടിയ കുഴി വീണ്ടും തുറന്ന് അതിൽ കോറ വേസ്റ്റ് നിറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലോട്ടുപള്ളി മുതൽ പുളിമുക്ക് വരെയുള്ള ആദ്യ ഭാഗത്ത് കേസുമായി പോയ കുടുംബങ്ങളുമായി ചർച്ച നടത്താനും യോഗത്തിൽ തീരുമാനമെടുത്തെന്ന് നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് പറഞ്ഞു. റോഡാണ് പാലോട്ടുപള്ളി വെമ്പടി നെടിയാഞ്ഞിരം റോഡ്. ആ റോഡ് പീഡിൽപ്പൊടി ഏറ്റെടുത്ത് നവീകരിക്കുന്ന പ്രവൃത്തി പാതി വഴിയിലായതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ MLA യോഗം വിളിച്ച് നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് കുറേ പ്രവൃത്തി നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ജനങ്ങൾക്ക് യാത്ര പോകുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും സംസാരിക്കുകയും ചെയ്തു. വെമ്പടി ടൗണിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഡ്രെയിനേജ് നിർമ്മിക്കേണ്ട വിഷയം, അതുപോലെ വാട്ടർ അതോറിറ്റി കുഴിയെടുത്തിട്ടുള്ളത് അത് റീസ്റ്റോർ ചെയ്യുന്ന വിഷയം, ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ തുടങ്ങി. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഒരു 29ഓളം സ്ഥല ഉടമകൾ ഈ റോഡ് വികസനത്തിനെതിരായി ഹൈക്കോടതിയിലൊരു കേസ് നിലനിൽക്കുകയാണ്. കേസ് പരിഹരിക്കാൻ MLA സാന്നിധ്യത്തിൽ സ്ഥല ഉടമകളുടെ യോഗം വിളിച്ചു ചേർക്കാനും ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ ഉരുവച്ചാലം മണക്കായി റോഡും അതുപോലെ കിളിയങ്ങാട് റോഡ്, മട്ടന്നൂർ ഇരിക്കൂർ റോഡ്, ഈ 3 റോഡുകളിലും പ്രവൃത്തി പൂർത്തിയായെങ്കിലും റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ റോഡരികിൽ താമസിക്കുന്ന വീട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. അതിപ്പം ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തി MLA KSTP, KRFB അധികൃതരുമായി സംസാരിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ ഭാഗത്ത് നിലവിൽ 8 മീറ്റർ മാത്രമാണ് റോഡിന്റെ വീതി. വെമ്പടി ടൗണിൽ മഴക്കാലത്ത് റോഡിലൂടെ ശക്തമായി വെള്ളമൊഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.